UAE നാളെ 44ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്നു. വികസനത്തിലൂടെ 44 കൊല്ലം കൊണ്ട് ലോകത്തിനാകെ മാതൃകയായ ചരിത്രമാണ് UAEയുടേത്. ഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും വികസന കാഴ്ചപ്പാടും ഒരു രാജ്യത്തെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് നയിച്ചതെന്നതിന്റെ ചരിത്രം കൂടിയാണ് എല്ലാ വികസന പദ്ധതികൾക്കും മുന്നിൽ നിൽക്കുന്ന UAEയുടേത്. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീന്റെ റിപ്പോർട്ട്. ഒരു മരുഭൂപ്രദേശത്തെ ലോകത്തെ മികച്ച രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തിയ വികസന മാതൃകയാണ് UAEയുടേത്. 1971 ഡിസംബർ 2 അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ, അജ്മാൻ, ഉമ്മുൽ ഖൈൻ, ഫുജൈറ എന്നീ എമിറേറ്റുകൾ ഒന്നായപ്പോൾ ഒരു പുതിയ ചരിത്രം പിറക്കുകയായിരുന്നു. എമിറേറ്റുകളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് സായിദ് എന്ന മികച്ച ഭരണാധികാരിയുടെ കീഴിൽ രാജ്യം അതിവേഗം പുരോഗതിയിലേക്ക് കുതിച്ചു. എണ്ണഖനനത്തിന്റെ സാധ്യതകൾ രാജ്യം നന്നായി ഉപയോഗപ്പെടുത്തി. മത്സ്യബന്ധനവും കച്ചവടവും മാത്രമായിരുന്ന ഈ തീരങ്ങളിൽ പുതിയ വികസന പദ്ധതികൾ ഉയർന്നു വന്നു. UAEയുടെ വാതിലുകൾ ലോകത്തിന് മുന്നിൽ മലർക്കെ തുറന്നു. ലോകത്തെ 200-ലേറെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ ഭൂമികയിലേക്കെത്തി. അറബ് സംസ്കാരത്തിന്റെ മഹിമയുയർത്തി ഈ നാട് അവരെ കൈനീട്ടി സ്വീകരിച്ചു. കുടുംബത്തെ പോറ്റാൻ വഴി തേടി കടല് കടന്ന പ്രവാസി മലയാളികൾക്കും ഈ നാട് പോറ്റമ്മയായി മാറി. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള കർമ്മ പദ്ധതികൾ രാജ്യത്തിന് കരുത്തായി മാറി. വിസ്മയ കാഴ്ചകളുടെ നഗരമായി UAEയിലെ ദുബായ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫ, കടലിൽ തീർത്ത പാം ജുമേര, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവറില്ല മെട്രോ തുടങ്ങിയവ UAEക്ക് മാത്രം സ്വന്തം. ലോകത്തിന് മുന്നിൽ കൂടുതൽ വികസന പദ്ധതികൾക്കൊരുങ്ങുകയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും നേതൃത്വത്തിൽ അനുദിനം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് ഈ രാജ്യം. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. UAEയുടെ എണ്ണ വിൽപ്പനയിൽ വർധനവ്. 2015 ആദ്യ അർദ്ധ വർഷത്തിൽ 534.1 ബില്യൺ ദിർഹം ആണ് എണ്ണ വ്യാപാരത്തിലൂടെ ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2% വർധന. 2014 ഇതേ കാലയളവിൽ 521.8 ബില്യൺ ആയിരുന്നു. ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റി പുറത്തുവിട്ട കണക്കനുസരിച്ച് എണ്ണയെതിര ഇറക്കുമതി അർദ്ധവർഷത്തിൽ 337.6 ബില്യൺ ദിർഹമാണ്. മുൻവർഷം സമാന കാലയളവിൽ 340.6 ബില്യൺ ആയിരുന്നു. അതേസമയം എണ്ണയെതിര കയറ്റുമതിയിൽ 28% വർധനവ് രേഖപ്പെടുത്തി 81.4 ബില്യണിലെത്തി. കയറ്റുമതി പട്ടികയിൽ സ്വർണ്ണമാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 28.7 ബില്യൺ ദിർഹത്തിന്റെ സ്വർണം കയറ്റുമതി ചെയ്തു. 35% സ്വർണ്ണ കയറ്റുമതിയിൽ ഉണ്ടായ വർധനവ്. ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോയ്ക്ക് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 170 പ്രദർശകർ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിസംബർ 3 വരെയാണ് ഷോ നടക്കുക. ഈ വർഷത്തെ ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചു. ബോളിവുഡ് സിനിമാ താരവും ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോയുടെ ബ്രാൻഡ് അംബാസിഡറുമായ അർബാസ് ഖാൻ ഷോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖരടക്കം 170ഓളം പ്രദർശകർ ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് NRIകളാണ് കൂടുതൽ നിക്ഷേപം നടത്തുന്നതെന്നും നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച അവസരമാണ് ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോ നൽകുന്നതെന്നും സുമാൻസ എക്സിബിഷൻ പ്രസിഡന്റ് സുനിൽ ജയ്സ്വാൾ അറിയിച്ചു. ഡിസംബർ 3 വരെയാണ് ഇത് നടക്കുക. രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം സൗജന്യമാണ്. ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോയിൽ സൗജന്യ വിമാന ടിക്കറ്റും ഡിസ്കൗണ്ടുകളും 25 ലക്ഷം വില മതിക്കുന്ന അപ്പാർട്ട്മെന്റുകളും 44,000 ദിർഹത്തിന്റെ ക്യാഷ് പ്രൈസുകളും ഉൾപ്പെടെ നിരവധി സമ്മാന പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകരായ സുമാൻസ എക്സിബിഷൻസ് അറിയിച്ചു. ഈ വർഷം ആദ്യമായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. പുന്നയൂർകുളം ആർട്സ് ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ 2015 മികച്ച പ്രവാസി ചെറുകഥയ്ക്കുള്ള മാധവിക്കുട്ടി കമലാ സുരയ്യ പുരസ്കാരമായ പാർക്ക് നീർമാതളം 2015 സുറാബിന്റെ ഒരു ബഷീറിയൻ ഗ്രാമം എന്ന കഥ അർഹമായതായി സംഘാടകർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 4 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഖിസൈസ് ഇന്ത്യൻ അക്കാദമി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്ത മലയാള നോവൽ കഥാ സാഹിത്യകാരനും നടനും സംവിധായകനുമായ മധുപാൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത UAEയിലെ ധീര ജവാന്മാരുടെ രക്തസാക്ഷി ദിനം ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും ഷാർജ ഇന്ത്യൻ സ്കൂളിലും ആചരിച്ചു. രാവിലെ അസോസിയേഷനിൽ UAE ദേശീയ പതാക താഴ്ത്തിക്കെട്ടി. വൈകിട്ട് അസോസിയേഷൻ ഹാളിന് മുന്നിൽ പ്രവർത്തകർ മെഴുകുതിരികൾ കത്തിച്ച് പ്രതിജ്ഞയെടുത്തു. അഡ്വക്കേറ്റ് YA റഹീം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരുന്നു. 60,000 റിയാലിൽ കൂടുതൽ തുകയ്ക്കുള്ള വസ്തുക്കളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താത്ത യാത്രക്കാരെ വിമാനത്തിൽ കയറ്റരുതെന്ന് സൗദി സിവിൽ ഏവിയേഷൻ.
60,000 റിയാലിൽ കൂടുതൽ തുകയ്ക്കുള്ള വസ്തുക്കളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ എല്ലാ വിമാനയാത്രക്കാരോടും നിർദ്ദേശിച്ചു. സൗദി വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നവർക്കും വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർക്കും ഈ നിയമം ബാധകമാണെന്ന് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. എല്ലാ വിമാന കമ്പനികളും വിവരങ്ങൾ വെളിപ്പെടുത്താൻ യാത്രക്കാരെ നിർബന്ധിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടു. സ്വർണ്ണ ആഭരണങ്ങളും രത്നക്കല്ലുകളും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കളുമായി യാത്ര ചെയ്യുന്നവർ വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് വകുപ്പിൽ പ്രത്യേക ഫോമിൽ വിവരങ്ങൾ വ്യക്തമാക്കണം. അനുവദിച്ച തുകയേക്കാളുമുള്ള വസ്തുക്കളുമായി യാത്ര ചെയ്യുന്നവർ വിവരം വ്യക്തമാക്കിയില്ലെങ്കിൽ അവരെ വിമാനത്തിൽ കയറാൻ അനുവദിക്കരുതെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അബ്ദുൾ റഹ്മാൻ അൽ ഫഹദ് നിർദ്ദേശിച്ചു. സ്വർണ്ണാഭരണങ്ങളും രത്നക്കല്ലുകളുടെയും വാങ്ങിച്ച ബില്ലുകളും ഹാജരാക്കണം. പണം വെളുപ്പിക്കുന്നതിനായി വൻ തുകയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുമായി രാജ്യം വിടുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുള്ളതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദമാം. നവോദയ സാംസ്കാരിക വേദി പ്രവാസ ലോകത്തെ മതനിരപേക്ഷതയുടെ കാവലാളാകണമെന്നും മുൻ MP എ വിജയരാഘവൻ പുരോഗമന ചിന്താഗതികൾ പ്രവാസികൾക്ക് കൈമാറാൻ നവോദയയ്ക്ക് കഴിയണമെന്നും എ വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. സൗദി കിഴക്കൻ പ്രവേശിയിലെ മലയാളികളുടെ പൊതുകൂട്ടായ്മയായി നവോദയ വളർന്നു വരണമെന്നും പുരോഗമന ചിന്താഗതികൾ പ്രവാസികൾക്ക് കൈമാറാൻ നവോദയയ്ക്ക് കഴിയണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MPയുമായ എ വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. നവോദയ സാംസ്കാരിക വേദിയുടെ 2016 കേന്ദ്രതല അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദമാം പാരഗൺ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ എ വിജയരാഘവൻ, ദമാം ദാറുൽ ഷിഹ ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്തോഷ്, ഭാര്യ ഡോക്ടർ സരദാസ് സന്തോഷ്, മകൻ ജോൺ വർഗീസ് എന്നിവർക്ക് നൽകി കുടുംബവേദിയുടെ അംഗത്വവും സഗീർ പാവനൂറിന് വ്യക്തിഗത അംഗത്വവും നൽകിയും നിർവഹിച്ചു. ഈയിടെ കണ്ണൂരിൽ വെച്ച് കേരളത്തിലെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ വെച്ച് മുസ്ലിം ലീഗിൽ നിന്നും CPIMലേക്ക് കടന്നുവന്ന സഗീർ പാവന്നൂർ തുടർന്ന് ദമാം നവോദയയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രസിഡന്റ് സിദ്ദിഖ് കലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവോദയയുടെ കേന്ദ്ര, ഏരിയ, മേഖലാ യൂണിറ്റ്, കുടുംബവേദി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദമാം. സോഷ്യൽ അലയൻസ് ഫോർ കൾച്ചറൽ ആക്ടിവിറ്റീസ് സാഫ്ക ജുബൈൽ വാർഷികം ആഘോഷിച്ചു. ബാപ്പു തേഞ്ഞിപ്പാലം അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനം ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മലയാള അധ്യാപകൻ സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സാഫ്ക കുടുംബങ്ങൾ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. റീഗൽ ക്ലാസിക്കലിൽ വെച്ച് നടന്ന സംഗമം അടുത്ത ഒരു വർഷത്തെ പ്രവർത്തന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സാഫ്കയുടെ സ്ഥാപകൻ ബാപ്പു തേഞ്ഞിപ്പാലം മുഖ്യ രക്ഷാധികാരിയായും തോമസ് മാത്യു മാമൂടാൻ പ്രസിഡന്റായും വേണു AK സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ബാർകോഴ കേസ് തുടരന്വേഷണം പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ മാറ്റം. ജസ്റ്റിസ് സുധീന്ദ്രകുമാറിന് പകരം ജസ്റ്റിസ് കമാൽ പാഷ വാദം കേൾക്കും. നാളെയാണ് കേസ് പരിഗണിക്കുക. ഇടുക്കി സ്വദേശി സണ്ണി മാത്യു സമർപ്പിച്ച റിവിഷൻ ഹർജി ജസ്റ്റിസ് B സുധീന്ദ്രകുമാറാണ് പരിഗണിച്ചിരുന്നത്. ഹർജി പരിഗണിക്കവേ സർക്കാരിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. KM മാണിക്ക് മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ ബാർകോഴ കേസിൽ വിജിലൻസ് തുടരന്വേഷണം നടത്തുന്നതിന് എന്ത് പ്രസക്തിയാണെന്ന് കോടതി ചോദിച്ചിരുന്നു. കേസ് CBIക്ക് വിടുന്നതാണ് ഉചിതമെന്നും ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. KM മാണി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ റിവിഷൻ ഹർജിയിൽ അന്തിമവാദം കേൾക്കുന്നത് ഡിസംബർ 2 മാറ്റുകയായിരുന്നു. എന്നാൽ ഹർജി പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം ചീഫ് ജസ്റ്റിസ് ബെഞ്ച് മാറ്റത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. സമാനമായ ഹർജി ജസ്റ്റിസ് കമാൽ പാഷ നേരത്തെ പരിഗണിച്ചിരുന്ന സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ബെഞ്ച് മാറ്റത്തിന് നിർദ്ദേശിച്ചത്. KM ഉമേഷ്, കൊച്ചി. വർഗീയ പരാമർശത്തിൽ വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. കുറ്റം ബോധ്യപ്പെട്ടാൽ ജാഥ തീരുന്നതുവരെ അറസ്റ്റിനു വേണ്ടി കാത്തിരിക്കില്ലെന്നും കേരള പോലീസ് വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് VM സുധീരന്റെ പരാതിയിൽ ഇന്നലെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വളർത്തണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി ഇക്കഴിഞ്ഞ 29-ന് ആലുവയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കേസെടുത്തതായാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. FIR ആലുവ കോടതിയിൽ സമർപ്പിച്ചതോടെ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അടുത്ത ദിവസം പരാതിക്കാരനായ KPCC പ്രസിഡന്റ് VM സുധീരന്റെ മൊഴിയെടുക്കും. ഇതിനു പുറമെ പോലീസിൽ പരാതി നൽകിയ TN പ്രതാപൻ MLA, കളമശ്ശേരി സ്വദേശി ഗിരീഷ് കുമാർ എന്നിവരുടെയും മൊഴിയെടുക്കും. ഇതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗത്തിന്റെ CD-യും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. പ്രസംഗത്തിലെ പരാമർശങ്ങൾ 153A പ്രകാരം ഉള്ള കുറ്റത്തിന് കാരണമായോ എന്ന് നിയമവിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് പരിശോധിക്കും. വസ്തുതകൾ ബോധ്യപ്പെടുന്ന നിമിഷം വെള്ളാപ്പള്ളി നടേശന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിനെതിരെ കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽപ്പെട്ട നൌഷാദിന്റെ കുടുംബം. നൌഷാദിനെതിരായ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വേദനിപ്പിക്കുന്നതാണെന്ന് നൌഷാദിന്റെ ഉമ്മ. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അനാവശ്യമായി പോയെന്നും നൌഷാദിന്റെ കുടുംബം പീപ്പിൾ TVയോട് പ്രതികരിച്ചു. ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാതെയാണ്
മരണത്തിന്റെ തീച്ചൂളയിലേക്ക് നൌഷാദ് എന്ന ഓട്ടോ തൊഴിലാളി എടുത്തുചാടിയത്. മരണത്തിന്റെ വേദന കൺമുൻപിൽ നിന്നും പോലും മായാതെ നിൽക്കുമ്പോഴാണ് മതത്തിന്റെ പേര് പറഞ്ഞ് ഒരു മരണത്തെ വർഗീയവൽക്കരിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ നാടകമോ വർഗീയതയോ ഒന്നും ആ വീട്ടിലെ ഇരുണ്ട മൂലയിൽ വേദന അടക്കിപ്പിടിച്ചിരിക്കുന്ന ആ ഉമ്മയ്ക്ക് അറിയില്ല. രക്ഷാപ്രവർത്തനത്തിനായി ചാടിയിറങ്ങുമ്പോൾ തന്റെ മകൻ ആരുടെയോ ജാതിയോ മതമോ നോക്കിയിരുന്നില്ല എന്നും ആ ഉമ്മ പറയുന്നു. എപ്പോഴും ഇങ്ങനെ അവരെ എല്ലാ ഇതും ചെയ്തിട്ട് വന്ന് പറയും. ഞാൻ എപ്പോഴും പറയലുണ്ട്, ശ്രദ്ധിക്കണം. പ്രതിഫലം ആഗ്രഹിച്ചായിരുന്നില്ല നൌഷാദ് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ചത്. വാക്കുകൾ കൊണ്ട് അഭ്യാസമൊന്നും നടത്താതെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന തങ്ങളെ വേദനിപ്പിച്ചെന്ന പ്രതികരണമാണ് നൌഷാദിന്റെ അമ്മാവനും നടത്തിയത്. ഇങ്ങനെയൊക്കെ നൌഷാദ് മുസ്ലിം ആയതുകൊണ്ടാണ് കൊടുത്തത്, അല്ലെങ്കിൽ എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് ഓടി വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം ഒരു ജാതി നോക്കിയിട്ടല്ല നൌഷാദ് ഈ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇതിനു മുന്നേ പല കാര്യങ്ങളും ചെയ്തത്. ഒരു വീടിന്റെ തന്നെ അത്താണിയായ മകനെ നഷ്ടപ്പെടുന്നതിന്റെ വേദനയിൽ കരയുന്ന ആ ഉമ്മയ്ക്ക് അതൊന്നും അറിയണ്ട. വാക്കുകൾ കൊണ്ടുപോലും ആശ്വാസം പകരാൻ കഴിയാതെയാണ് ആ വീട്ടിൽ ഉമ്മയ്ക്ക് ചുറ്റുമുള്ളവർ. എങ്കിലും ധീരനായ ആ മനുഷ്യന്റെ സ്പർശമേറ്റതിന്റെ അഭിമാനമുണ്ട് അവിടെയുള്ള ഓരോ മണൽത്തരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൌഷാദിനെതിരെ വിവാദ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് വിവിധ നേതാക്കൾ രംഗത്തെത്തി. അതേസമയം വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് BJP നേതാക്കളും പ്രസ്താവന നടത്തി. വെള്ളാപ്പള്ളി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിനുടമയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. വെള്ളാപ്പള്ളി RSSന്റെ കളിപ്പാവയെന്ന് സ്വാമി അഗ്നിവേശ് പറഞ്ഞു. അതേസമയം നൌഷാദിനെതിരായ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് BJP രംഗത്തെത്തി. നൌഷാദിന്റെ പേരിനെ ദുരുപയോഗപ്പെടുത്താൻ സർക്കാരും ശ്രമിക്കരുത്, ആരും ശ്രമിക്കരുത്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ പരാമർശം നൌഷാദിനെതിരെയല്ല സർക്കാരിനെതിരെയാണെന്ന് BJP ജനറൽ സെക്രട്ടറി മുരളി റാവുവും പറഞ്ഞു. I don't think it should be seen as against that person. Here you have to see the government is under scrutiny. It is not the person who has sacrificed under the scrutiny. This you have to understand. Today it has appeared to one religion. Tomorrow it may appear to some even Dalit and non-Dalit or a particular caste, this caste or that caste. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് കാഞ്ചനമാല. രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ വീട് സന്ദർശിക്കവെയാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കാഞ്ചനമാല രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നൌഷാദിന്റെ വീട്ടിലെത്തിയ കാഞ്ചനമാല രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരിച്ചത്. നൌഷാദിന്റെ മരണത്തെക്കുറിച്ച് വിവാദ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളിയോടുള്ള രോഷമായിരുന്നു കാഞ്ചനമാലയുടെ വാക്കുകളിൽ പ്രകടമായത്. താൻ തീർത്തും വേദനയിലാണെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നു പറഞ്ഞു തന്ന ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരാവാൻ അവർക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നും കാഞ്ചനമാല ചോദിച്ചു. നൌഷാദിന്റെ ഇത്രയും പുണ്യകർമ്മം ചെയ്തൊരു പ്രശ്നം ഇവിടുത്തെ നേതാക്കളൊക്കെ അബദ്ധകരമായ വിധത്തിൽ സംസാരിച്ചത് ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച ആ മഹാന്മാരുടെ അനുയായികളാകാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് എനിക്കറിയില്ല. എൻ്റെ വേദന അതാണ് ഇപ്പോൾ. നൌഷാദിന്റെ ഉമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം ഏറെ നേരം ചിലവഴിച്ചാണ് കാഞ്ചനമാല മടങ്ങിയത്. ആ വേദനയിൽ പങ്കുചേരാൻ കാഞ്ചനമാലയ്ക്ക് ഏറെ പഴക്കമില്ലാത്ത ഒരു ഓർമ്മ കൂടിയുണ്ട്. ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇടയ്ക്ക് വെച്ചു തന്നെയായിരുന്നു കാഞ്ചനമാലയെയും പ്രണയത്തെയും തനിച്ചാക്കി തോണി അപകടത്തിൽ മൊയ്തീൻ യാത്രയായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രശസ്ത കൂടിയാട്ട കലാകാരി മാർഗി സതി അന്തരിച്ചു. 50 വയസ്സായിരുന്നു. RCCയിൽ അർബുദ രോഗത്തിന് ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത്. സീതയുടെ കാഴ്ചപ്പാടിലൂടെ രാമായണ കഥയെ കാണുന്ന ശ്രീരാമചരിതം അടക്കമുള്ള നിരവധി കൂടിയാട്ടങ്ങൾ സതിയുടെ സംഭാവനയാണ്. നോട്ടം എന്ന സിനിമയ്ക്ക് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഭർത്താവ് സുബ്രഹ്മണ്യം പോറ്റി ഷോക്കേറ്റ് മരിച്ചിരുന്നു. ഇടയ്ക്ക കലാകാരൻ ദേവനാരായൺ, രേവതി എന്നിവർ മക്കളാണ്. മൃതദേഹം ഇപ്പോൾ കരമനയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കരമന ബ്രാഹ്മണ ശ്മശാനത്തിൽ നടക്കും.
നങ്ങേരമ്മക്കൂത്തിനെ ലോകപ്രശസ്തിയിലെത്തിച്ച കലാകാരിയാണ് അന്തരിച്ച മാർഗി സതി. സ്ത്രീ കേന്ദ്രീകൃത കഥാസന്ദർഭങ്ങൾ വികാര വ്യഥയോടെ അവതരിപ്പിച്ച മാർഗി സതി കൂടിയാട്ടത്തിന്റെ പെൺപര്യായമായിരുന്നു. ജീവിതത്തിന്റെ കൂത്തരങ്ങിലെന്നും ദുരന്ത കഥാപാത്രങ്ങളുടെ വേഷം കെട്ടിയാടാനായിരുന്നു മാർഗി സതിക്ക് യോഗം. വൈദ്യുതാഘാതമായി എത്തിയ മരണമാദ്യം ഭർത്താവ് സുബ്രഹ്മണ്യം പോറ്റിയെ തട്ടിയെടുത്തു. പിന്നാലെ അച്ഛനും ഭർത്തൃപിതാവും യാത്രയായി. രംഗബോധമില്ലാത്ത മരണങ്ങളുടെ തുടർച്ചയായ കടന്നുവരവിലും സതി കലയെ മുറുകെ പിടിച്ചു. കണ്ണകിയായും സീതയായും ശൂർപ്പണകയായും അരങ്ങിൽ നിറഞ്ഞാടി. കലാമണ്ഡലത്തിൽ അമ്മന്നൂർ മാധവ ചാക്യാരന്റെ ശിഷ്യയായി തുടങ്ങിയ സതി മാർഗി സതിയായത് തിരുവനന്തപുരത്തെ മാർഗിയിലെത്തിയപ്പോഴായിരുന്നു. സീതയുടെ കാഴ്ചപ്പാടിൽ നങ്ങേരമ്മയായി നിറഞ്ഞാടിയ ശ്രീരാമചരിതവും കണ്ണകിയുടെ രൗദ്രതയെ ആവാഹിച്ച കണ്ണകീ ചരിതവും കണ്ടവർ മാർഗി സതിയെ മറക്കില്ല. കൂടിയാട്ടത്തിന്റെ പെൺപര്യായമായിരുന്നു കാലങ്ങളായി മാർഗി സതി. നങ്ങേരമ്മക്കൂത്തിനെ ലോകപ്രശസ്തിയിൽ എത്തിച്ചിട്ടാണ് മാർഗി സതി ജീവിതത്തിലെ തന്റെ ചമയങ്ങൾ അഴിച്ചുവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2 ചേരികളിലായി പ്രവർത്തിച്ചിരുന്ന വേൾഡ് മലയാളി കൗൺസിൽ ഇനി ഒറ്റ സംഘടനയായി പ്രവർത്തിക്കും. നീണ്ട 10 വർഷത്തെ ഭിന്നിപ്പിന് ശേഷമാണ് ഇരു കൂട്ടരും യോജിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന ലയന സമ്മേളനം വിശ്വമലയാളി ദിനമായി ആചരിച്ചു. ആഗോള പ്രവാസികളുടെ സംഘടനയായ വേൾഡ് മലയാളി കൗൺസിലിൽ ചേരിതിരിഞ്ഞു നിന്ന 2 വിഭാഗങ്ങളാണ് ഒന്നായി ലയിച്ചത്. 6 ഭൂഖണ്ഡങ്ങളിലായി 57 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ 2 ചേരികൾ കഴിഞ്ഞ 10 വർഷമായി പരസ്പരം മത്സരബുദ്ധിയോടെ പ്രവാസികൾക്കിടയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിച്ച് ഇനി മുതൽ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ ഐക്യം എത്ര നാൾ തുടരുമെന്നറിയില്ലെങ്കിലും എല്ലാ ഭാവുകങ്ങളും നേരുന്നുവെന്ന് മുഖ്യമന്ത്രി ലയന സമ്മേളനത്തിൽ പറഞ്ഞത് സദസ്സിൽ ചിരി പടർത്തി. എല്ലാ വർഷവും വിശ്വമലയാളി ഐക്യദിനം ഒരു ദിവസം ആചരിക്കണമെന്നുള്ളത്. എത്ര നാൾ നിങ്ങളുടെ ഐക്യം നിൽക്കും നിങ്ങളുടെ ഐക്യത്തോടുകൂടി നിന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ ഐക്യദിനം ആഘോഷിക്കും. വിശ്വമലയാളികളുടെ ഐക്യസമ്മേളനത്തിന് മുഖ്യമന്ത്രി തിരിതെളിച്ചു. സംഘടനയുടെ ഐക്യ സന്ദേശം സദസ്സിൽ വായിച്ചു. മന്ത്രിമാരായ KC ജോസഫ്, രമേശ് ചെന്നിത്തല, CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മുൻ ഗവർണർ MM ജേക്കബ്, ഡോക്ടർ D ബാബു പോൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നൌഷാദിനോടുള്ള ആദരസൂചകമായി ഒരാഴ്ചത്തെ പാർലമെന്റ് സിറ്റിംഗ് ഫീസ് കണ്ണൂർ MP ശ്രീമതി ടീച്ചർ നൌഷാദ് സഹായ നിധിയിലേക്ക് നൽകും. നൌഷാദിന് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം നൽകണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ള ഒരു കടമ ഓരോരുത്തർക്കുണ്ട് എന്നുള്ള ആ ഒരു പാഠമാണ് ഇതിലൂടെ നൌഷാദ് കൊടുക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ കൈരളി പീപ്പിൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്തത് വളരെയേറെ അഭിനന്ദനാർഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പീപ്പിൾ കൈരളിയെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഒരാഴ്ചത്തെ എൻ്റെ സിറ്റിംഗ് ഫീ എന്നുള്ള നിലയിൽ 10,000 രൂപ ഞാൻ നമ്മുടെ ഈ നൌഷാദിൻ്റെ കുടുംബസഹായ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ആ കുടുംബത്തിന് വേണ്ടി എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നുള്ളൂ. പാർലമെന്റ് സമ്മേളനത്തിനായി ദില്ലിയിലാണ് കണ്ണൂർ MP. സമാനതകളില്ലാത്ത ജീവത്യാഗമാണ് നൌഷാദ് നടത്തിയതെന്ന് ശ്രീമതി ടീച്ചർ ചൂണ്ടിക്കാട്ടി. നൌഷാദിന് രാഷ്ട്രപതിയുടെ പരമോന്നത പുരസ്കാരം തന്നെ നൽകണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. നൌഷാദിന്റെ മരണം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു മരണമായിട്ട് ആരും കാണുന്നില്ല. ജീവത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു അറിഞ്ഞുകൊണ്ട്. ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവാർഡ്, മരണാനന്തരം ബഹുമതി എന്നുള്ള നിലയിൽ ലഭിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അവാർഡ്, അദ്ദേഹത്തിന് ബഹുമതി അവാർഡ് എന്നുള്ള നിലക്കല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതിൻ്റെ അർഹതയുണ്ട്. നമ്മുടെ നൌഷാദിൻ്റെ കുടുംബത്തിന് സമർപ്പിക്കണം എന്നുള്ളതാണ്. നൌഷാദിൻ്റെ പേരിൽ നൌഷാദിൻ്റെ കുടുംബത്തിന് അത് സമർപ്പിക്കണം, അതിന് കഴിയണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് കോർപ്പറേഷനും പീപ്പിൾ ടിവിയും സംയുക്തമായി നൌഷാദിനെ ആദരിക്കാൻ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് ടാഗോർ ഹാളിൽ ഡിസംബർ 5 വൈകുന്നേരം 6:30 ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയുടെ BTech, MTech പരീക്ഷകൾ സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനുള്ള നീക്കത്തിന് തിരിച്ചടി. പരീക്ഷാ നടത്തിപ്പ് പുറം കരാർ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർവകലാശാല പിൻവാങ്ങി. ഡിസംബർ 4 ആരംഭിക്കുന്ന BTech, MTech വിദ്യാർത്ഥികളുടെ പരീക്ഷ സർവകലാശാല മാറ്റിവെച്ചു. പുറം കരാർ നൽകാനുള്ള സർവകലാശാലയുടെ നിലപാടിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് പിന്മാറ്റം. കരാർ നൽകാനുള്ള സർവകലാശാലയുടെ നീക്കം പുറത്തുവിട്ടത് പീപ്പിൾ ടിവിയാണ്.